അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായം 46-ാമത്തെ ശ്ലോകം മുതൽ 58 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അന്യഥാ ഖലു ഭ്രാതॄണാം വിരോധഃ കീദൃശോ നഖേ ത്വം ചേന്നേച്ഛസി ചാമുണ്ഡേ വീക്ഷിതും കലഹം കില. ജാനാമി ധർമ്മം ധർമ്മജ്ഞേ ന വേദ്മി ചാഹം ശതക്രതും തഥാപി കലഹോസ്മാകം ഭോഗാർത്ഥം ദേവി സർവദാ. ഏക കോപി ന ശാസ്താസ്തി സംസാരേ ത്വാം വിനാംബികേ സ്പൃഹാവതസ്തു കർത്തും ക്ഷമതേ വചനം ബുധാ. ദേവാസുരൈരയം സിന്ധുർമഥിതഃ സമയേ ക്വചിൽ വിഷ്ണുനാ വിഹിതോ ഭേദ സുധാരത്നച്ഛലേന വൈ. ത്വയാസൗ കൽപ്പിതശൗരി പാലകത്വേ ജഗദ്ഗുരു. തേന ലക്ഷ്മീ സ്വയം ലോഭാത് ഗൃഹീതാമരസുന്ദരീ. ഐരാവതസ്തഥേന്ദ്രേണ പാരിജാതോധ കാമധുക്ക സുരൈരുച്ചൈശ്രവാ സർവം ഗൃഹീതം വൈഷ്ണവേച്ഛയാ. അനയം താദൃശം കൃത്വാ ജാതാ ദേവാസ്തു സാധവ. അന്യായിനഃ സുരാനൂനം പശ്യ ത്വം ധർമ്മലക്ഷണം. സംസ്ഥാപിതാസുരാനൂനം വിഷ്ണുനാ ബഹുമാനിന.
നൂനം ദൈത്യാപരാഭൂവൻ പശ്യത്വം ധർമ്മലക്ഷണം ക്വ ധർമ്മ കീദൃശോ ധർമ്മ ക്വ കാര്യം ക്വ ച സാധുത കഥയാമി ച കസ്യാഗ്രേ സിദ്ധം മൈമാംസികം മതം താർക്കികാ യുക്തിവാദജ്ഞാ വിധിജ്ഞാ വേദവാദകാം ഉക്താ സകർത്തൃകം വിശ്വം വിവദന്തേ ജഡാത്മകാ കർത്താ ഭവതി ചേദസ്മിൻ സംസാരേ വിതതേ കില വിരോധ കീദൃശസ്തത്ര ചൈകകർമ്മണി വൈമിധാ വേദേ നൈകമതി കസ്മാൽ ശാസ്ത്രേഷ്വപി തഥാ പുനാ നൈകവാക്യം വചസ്തേഷാമപി വേദവിദാം പുനാ യതസ്വാർത്ഥപരം സർവം ജഗൽ സ്ഥാവരജംഗമം നിസ്പൃഹ കോപി സംസാരേ ന ഭവേന്ന ഭവിഷ്യതി ശശിനാഥ ഗുരോർഭാര്യാഹൃതാ ജ്ഞാത്വാ ബലാദപി സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ 58 കൂടിയുള്ള ശ്ലോകങ്ങൾ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഞങ്ങൾ തമ്മിൽ യുദ്ധം കാണാൻ നീ മോഹിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ സോദരന്മാർ തമ്മിൽ വൈരമെങ്ങിനെ? ധർമ്മമെന്തെന്നറിയുന്നു എങ്കിലും ഭോഗത്തിനായി ധർമ്മജ്ഞേ ഞങ്ങൾ തമ്മിലോ എന്നും കലഹം. നീയല്ലാതെ സംസാരത്തിൽ അനുശാസിക്കാനാരുണ്ട്? വിഷയിതൻ വാക്കെങ്ങിനെ ബുദ്ധിമാൻ തേടും? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവന്മാരും അസുരരും ചേർന്നു പാൽക്കടൽ കടഞ്ഞു. വിഷ്ണു സുധാരത്തിങ്കൽ ഭേദം കാണിച്ചു. ജഗദ്ഗുരു വിഷ്ണുവിനെ പാലകനായി നീ കൽപ്പിച്ചു. ലോഭം കൊണ്ടു ലക്ഷ്മിയെയും അവൻ വരിച്ചു. കാമധേനു പാരിജാതം ഐരാവതം കുതിരയെ എല്ലാം വിഷ്ണുവിനാൽ ദേവന്മാർ നേടി. അന്യായം കാണിച്ചും അമരന്മാരോ സജ്ജനമായി. ധർമ്മലക്ഷണം അമ്മയ്ക്കു അറിയാമല്ലോ. വിഷ്ണു അവരെ മാനിച്ചു വാഴിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൈത്യർ തോറ്റു ധർമ്മലക്ഷണത്തെ നോക്കി
ബോധമുണ്ടോ? ധർമ്മമേതുവിധം അമ്മേ ശരിയെവിടെ? ആരോടു പറയാൻ സിദ്ധം നിരീശ്വരമതം തന്നെ? താർക്കികർ യുക്തിവാദികൾ വിധിഭേദവും വിശ്വം സകർത്തൃകമെന്നു അജ്ഞന്മാരെ പറഞ്ഞിടും. പ്രപഞ്ചകർത്താവായിട്ടു ഒരാളുണ്ടെങ്കിൽ അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒരേ സൃഷ്ടിയിലിങ്ങനെ ഭേദബുദ്ധി വന്നിടാമോ? വേദശാസ്ത്രങ്ങളിൽ വൈരുദ്ധ്യവും വരാമോ? വേദജ്ഞർ തൻ വാക്യങ്ങളും വ്യത്യസ്തമാണല്ലോ ദേവി. ജഗത്തെല്ലാം അതിനാലേ സ്വാർത്ഥപരം താൻ. ആസക്തിയില്ലാത്തവൻ ഇതുവരെയുണ്ടായിട്ടില്ല. വിദ്വാനായ ചന്ദ്രൻ പോലും ഗുരു തൽപകൻ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 379 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നാം പാരായണം ചെയ്തു. അതിനെയാണ് ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ പ്രഹ്ലാദന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഹ്ലാദൻ ഭഗവതിയെ സ്തുതിച്ചും കൊണ്ട് പറയുകയാണ്, അന്യഥാ ഖലു ഭ്രാതॄണാം വിരോധ കീദൃശോ നഘേ ത്വം ചേന്നേച്ഛസി ചാമുണ്ടേ വീക്ഷിതും കലഹം കില. ഹേ ചാമുണ്ടേ, ഞങ്ങൾ തമ്മിലുള്ള കലഹം കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ദേവി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ
മറ്റേതെങ്കിലും വിധത്തിൽ സഹോദരന്മാരായ ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുമെന്നാണ്. ഞങ്ങൾ തമ്മിൽ വിരോധം ഉണ്ടായതിന് കാരണം അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നു. അമ്മയുടെ സങ്കല്പമാണ് ലോകത്തിൽ നടപ്പാവുക. ജാനാമി ധർമ്മം ധർമ്മജ്ഞേന വേദ്മി ചാഹം ച ശതക്രതും തഥാപി കലഹോസ്മാകം ഭോഗാർത്ഥം ദേവി സർവദാ. ധർമ്മജ്ഞേ, ദേവിയെ വിളിക്കുകയാണ്. ധർമ്മം എന്താണ് എന്നെനിക്കറിയാം, എങ്കിലും ആ ധർമ്മത്തിൽ നിന്ന് വിട്ട് ഭോഗത്തിനു വേണ്ടിയാണ് ഞങ്ങൾ തമ്മിലുള്ള കലഹം. യഥാർത്ഥ ധർമ്മം സഹോദരന്മാര് തമ്മിൽ തല്ലൂടാൻ പാടില്ല, അല്ലേ? പക്ഷെ ദേവി അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാലോ നിവൃത്തിയില്ല. ഏകോപി നശാസ്താസ്തി സംസാരേ ത്വാം വിനാംബികേ. അംബികേ, നീയല്ലാതെ ഈ സംസാരത്തിൽ അനുശാസിക്കാൻ, ഞങ്ങളെ ശാസിക്കാൻ കഴിവുള്ള വേറെ ഒരൊറ്റ ആളും ഇല്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സ്പൃഹാവതസ്തു കർത്തും ക്ഷമതേ വചനം ബുധ. ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും വിഷയികളുടെ അല്ലെങ്കിൽ വിഷയാസക്തനായിരിക്കുന്ന ആളുകളുടെ ഈ തരത്തിലുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുമോ? അങ്ങനെ വിഷയാസക്തി ഇല്ലാത്ത ഒരാളേ ഉള്ളൂ, അത് ഭഗവതിയാണ്. ആ അമ്മയല്ലാതെ മറ്റാരാണ് ഞങ്ങളെ നിയന്ത്രിക്കാനുള്ളത്, അനുശാസിക്കാനുള്ളത്? ദേവാസുരൈരയം സിന്ധുർമഥിത സമയേ ക്വചിൽ വിഷ്ണുനാ വിഹിതോ ഭേദ സുധാരത്നച്ഛലേന വൈ. ദേവി, ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് സിന്ധുർമഥിത, സിന്ധുമഥനം ചെയ്തു, പാൽക്കടൽ കടഞ്ഞു. ആ സമയത്ത് വിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണുനാ വിഹിതോ ഭേദ, വിഷ്ണു ഭേദം കാണിച്ചു. അതുകൊണ്ട് സുധാരത്നച്ഛലേന വൈ എന്നാണ്, സുധാരത്നങ്ങളുടെ പേരിൽ ഭേദം കാണിച്ചു. ത്വയാസൗ കൽപ്പിത ശൗരി പാലകത്വേ ജഗദ്ഗുരു. ജഗദ്ഗുരുവായ ഈ വിഷ്ണുവിനെ, ഈ ജഗത്തിനെ പാലനം ചെയ്യാൻ പാലകനായി നീ കൽപ്പിച്ചു. അന്ന് ഈ വിഷ്ണു ഉണ്ടല്ലോ, സ്വയം ലോഭാത്, ലോഭം കൊണ്ട് ഗൃഹീതാമരസുന്ദരി, സുരസുന്ദരിയായ ലക്ഷ്മിയെ സ്വയം സ്വീകരിച്ചു എന്നാണ്. അപ്പോ ലോഭം എല്ലാവരിലും ഉണ്ടെന്ന് കാണിക്കുകയാണ്. അതേപോലെ ഐരാവതസ്തധേന്ദ്രേണ പാരിജാതോധ കാമധുക്ക സുരൈരുച്ചൈശ്രവാ സർവം ഗൃഹീതം വൈഷ്ണവേച്ഛയ. വൈഷ്ണവേച്ഛയ, വിഷ്ണുവിൻ്റെ ഇച്ഛ അനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് ദേവന്മാരെല്ലാം സ്വന്തമാക്കി. ഇവിടെ ഭാഗവതത്തിൽ ഉച്ചൈശ്രവസ എന്ന കുതിരയെ അത് അസുരന്മാർക്ക് കൊടുത്തു എന്നും കാമധേനുവിനെ യജ്ഞാർത്ഥം ഋഷീശ്വരന്മാർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ പ്രഹ്ലാദന്റെ വാക്കായിട്ട് ദേവീ ഭാഗവതത്തിൽ പറയുകയാണ്, ദേവേന്ദ്രൻ ഐരാവതത്തെയും പാരിജാതത്തെയും കാമധേനുവിനെയും ഉച്ചൈശ്രവസ എന്ന പറക്കും കുതിരയെയും ഒക്കെ സ്വന്തമാക്കി. അത് വിഷ്ണുവിന്റെ ആഗ്രഹമായിരുന്നു എന്നാണ്. അനയം താദൃശം കൃത്വാ ജാതാ ദേവാസ്തു സാധവ. അങ്ങനെ അന്യായം ഒരുപാട് കാണിച്ചിട്ടും, അല്ലെങ്കിൽ എല്ലാം അന്യായമായിട്ട് ചെയ്തിട്ടും ദേവന്മാര് സജ്ജനങ്ങൾ. അന്യായം ചെയ്തവരാണ്. അന്യായിന സുരാനൂനം പശ്യത്വം ധർമ്മലക്ഷണം. ധർമ്മത്തിന്റെ ലക്ഷണം അമ്മയെ ദേവിക്ക് അറിയില്ലേ? അപ്പൊ അന്യായം ചെയ്തവരാണ് ദേവന്മാര്. സംസ്ഥാപിത സുരാനൂനം വിഷ്ണുന ബഹുമാനിന. വിഷ്ണു അവരെ മാനിച്ച് ഒരു സംശയവുമില്ലാതെ തീർച്ചയായും അവരെ വാഴിക്കുകയും ചെയ്തു. നൂനം ദൈത്യ പരാഭൂവൻ പശ്യത്വം ധർമ്മലക്ഷണം ക്വധർമ്മ കീദൃശോ ധർമ്മ കാര്യം ക്വച സാധുത. ഇവിടെ പ്രഹ്ലാദൻ തുറന്നു പറയുകയാണ്, അങ്ങനെ ദൈത്യന്മാര് പരാജയപ്പെട്ടു. ഇവിടെ ധർമ്മലക്ഷണം എന്താണെന്ന് നോക്കൂ. ഇവിടെ ധർമ്മം എവിടെയാണ്? ധർമ്മം എങ്ങനെയുള്ളതാണ്? വസ്തുത എവിടെയാണ്? ശരി എവിടെയാണ്? കഥയാമി ച കസ്യാഗ്രേ സിദ്ധം മൈമാംസികം മതം. നിരീശ്വരമതം സംഭവിച്ചിരിക്കുന്നത് നിരീശ്വരമതം തന്നെയാണ്.
താർക്കിക യുക്തിവാദജ്ഞ വിധിജ്ഞ വേദവാദക കഥയാമിച്ച കസ്യാഗ്രേ. ആരോട് പറയാൻ? താർക്കികന്മാർ യുക്തിവാദികളാണ്, വേദവാദകർ എന്ന് പറഞ്ഞാൽ വിധികർത്താക്കളും. ഉക്ത സകർത്തൃകം വിശ്വം വിവദന്തേ ജഡാത്മക കർത്താ ഭവതി ചേതസ്മിൻ സംസാരേ വിതതേ കില. ഈ വിശ്വം സകർത്തൃകമാണ് എന്ന് അറിവില്ലാത്തവരെ പറയുള്ളൂ. വിശാലമായ ഈ പ്രപഞ്ചത്തിന് ഒരു കർത്താവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിരോധ കീദൃശസ്തത്ര ചൈക കർമ്മണി വൈമിധ വേദേനൈകമതി കസ്മാൽ ശാസ്ത്രേഷ്വപി തഥാ പുന. ഒരേ സൃഷ്ടിയിൽ തന്നെ ഇങ്ങനെ പരസ്പര ഭേദം ഉണ്ടാവോ? ഞങ്ങളെയും ദേവന്മാരെയും സൃഷ്ടിച്ചേക്കണത് ഒരേ ആളുകൾ തന്നെയല്ലേ എന്നാണ്. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഈ വിരുദ്ധമായ അഭിപ്രായങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അമ്മേ, നൈകവാക്യം വചസ്തേഷാമപി വേദവിദാം പുന യത സ്വാർത്ഥപരം സർവം ജഗൽ സ്ഥാവര ജംഗമം. വേദജ്ഞന്മാരുടെ വാക്യങ്ങൾ ഒരുപോലെയല്ല, അതിലും ഭേദമുണ്ട് ഇല്ലേ? അപ്പോ സ്ഥാവരജംഗമങ്ങളാകുന്ന ഈ ജഗത്ത് മുഴുവൻ സ്വാർത്ഥപരമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് സാക്ഷാൽ പ്രഹ്ലാദൻ. നിസ്പൃഹ കോപി സംസാരേ ന ഭവേ ന ഭവിഷ്യത്. ആസക്തിയില്ലാത്ത ഒരാള്, നിസ്പൃഹനായിട്ടുള്ള ഒരാള് ഇതുവരെ ഉണ്ടായിട്ടില്ല, ന ഭവിഷ്യതി, ഇനി ഉണ്ടാവുകയില്ല. ശശിനാഥ ഗുരോർഭാര്യ ഹൃതാ ജ്ഞാത്വാ ബലാദപി. വളരെ വിദ്വാനായിരിക്കുന്ന സാക്ഷാൽ ചന്ദ്രൻ പോലും അറിഞ്ഞുകൊണ്ട്, ജ്ഞാത്വ അറിഞ്ഞുകൊണ്ട്, ഗുരോർഭാര്യാഹൃത ഗുരുവിന്റെ ഭാര്യയെ അപഹരിച്ചു. അങ്ങനെ ബലമായിട്ട് അപഹരിച്ചു. അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ ആരും തന്നെ ആസക്തിയില്ലാത്തവരായിട്ടില്ല, അനാസക്തരായിട്ട് ആരുമില്ല, എല്ലാവരിലും ആസക്തിയുണ്ട് എന്ന് പ്രഹ്ലാദൻ ഭഗവതിയുടെ അടുത്ത് പറയുന്നു. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഗൗതമന്റെയും അതേപോലെ തന്നെ ആ ഗുരുവിൻ്റെയും ദേവഗുരുവിൻ്റെയും ഒക്കെ കഥ പറയുന്നു നാളെ പ്രഹ്ലാദന്റെ സ്തുതിയിൽ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.